ഈ ശരിയായിട്ടുള്ള യേശുക്രിസ്തു പഠിപ്പിച്ച നീതി എങ്ങനെയാണ് നമുക്ക് ലഭിക്കുവാൻ തക്കൊണ്ട് ഇടയായിത്തീരുന്നത്. 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ കർത്താവ് 3 കാര്യങ്ങൾ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് യേശുക്രിസ്തുവിന് ന്യായപ്രമാണത്തോടുള്ളതായ തന്റെ ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണത്തോടുണ്ടാകാൻ സാധ്യതയുള്ള 3 കാര്യങ്ങളുമാണ് പറയുന്നത്. ഒന്നാമതായിട്ട് കർത്താവ് ആദ്യമേ പറഞ്ഞ 17-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത് ന്യായപ്രമാണം നീക്കുവാൻ ചിലർ ശ്രമിക്കും. ന്യായപ്രമാണം നീക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണം നീക്കുവാനല്ല നിവർത്തിക്കുവാനാണ് വന്നത്. വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും നീങ്ങിപ്പോവുകയില്ല. കർത്താവിന്റെ ജീവിതം മുഴുവൻ അവന്റെ ജനനം മുതൽ മരണം വരെ ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. 17-ാം വാക്യത്തിൽ രണ്ടാമതായിട്ട് we can seek to fulfill the law. ന്യായപ്രമാണം നിവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് കഴിയുകയില്ല. എന്നാൽ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വസിക്കുമ്പോൾ നമുക്ക് ചെയ്യുവാനായി സാധിക്കുന്നുണ്ട്. 19-ാം വാക്യത്തിൽ അത് പഠിപ്പിക്കുന്ന അയച്ചിരിക്കുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് 3-ാമത്തെ വിഷയം. we can seek to do and teach the law. ഈ 3 കാര്യങ്ങളാണ് ഈ ദൈവിക നീതിയെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. ഇനിയും അതിന്റെ 21 മുതൽ 48 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മത്തായി സുവിശേഷത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ എങ്ങനെയാണ് ഈ ദൈവിക നീതി ഉണ്ടാകുവാൻ നമ്മൾ ഇടയായിത്തീരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, how righteousness works in daily life. യേശുക്രിസ്തു പറഞ്ഞു വരുമ്പോൾ ന്യായപ്രമാണത്തിലെ പ്രത്യേകമായ 6 ലോകൾ നിയമങ്ങൾ എടുത്തിട്ട് അത് വ്യാഖ്യാനിക്കുന്നതാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. 6 important Old Testament laws and he is interpreting it. അത് ഈ കൂടി വന്നിരിക്കുന്ന ജനങ്ങളോട് പറയുമ്പോൾ താൻ ജീവനെ മറുപടിയായി തന്ന് നമ്മെ വീണ്ടെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ നാം പാലിക്കേണ്ട കാര്യങ്ങൾ ആ പുതിയ ജീവനോടുള്ള വെളിച്ചത്തിലാണ് കർത്താവ് ഈ 6 ലോകളെ അല്ലെങ്കിൽ 6 കൽപ്പനകളെ വിശദീകരിച്ച് പഠിപ്പിക്കുന്നത്. സാധാരണ ജനങ്ങൾ പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിന് വിരുദ്ധമായി, വിരുദ്ധമെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ ഫണ്ടമെന്റൽ ചേഞ്ച്, അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട്, എന്നാൽ അതേ സമയം തന്നെ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിന്, ദൈവം വെച്ചിരിക്കുന്ന അതിന് ഒരു വ്യത്യാസവും വരാതെ കർത്താവ് ചെയ്യുന്നതാണ്, പഠിപ്പിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. കർത്താവിന്റെ പഠിപ്പിക്കലെല്ലാം ഈ ലോകൾ അല്ലെങ്കിൽ ഇവിടെ പറയാൻ പോകുന്ന, നമ്മൾ പഠിക്കാൻ പോകുന്ന 6 നിയമങ്ങൾ, 6 പ്രമാണങ്ങൾ, അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അനുസരിക്കുന്നതായിരിക്കണം. പുറമേ ഉള്ളതായ പ്രവൃത്തി മാത്രം പോരാ. എക്സ്റ്റേണൽ ആക്ഷൻ, പുറമേ ഉള്ളതായ പ്രവൃത്തി, അതാണ് അന്ന് ശാസ്ത്രിമാരും പരീശന്മാരും പഠിപ്പിച്ചിരുന്നത്. എന്നാൽ കർത്താവ് പറയുകയാണ്, ഇതെല്ലാം പുറമേയുള്ള ആക്ഷൻ, പ്രവൃത്തി മാത്രമല്ല, ഹൃദയത്തിന്റെ ഉള്ളിൽ വ്യത്യാസം വന്നുവെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനം വരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ പരീശന്മാര് അവരുടെ നീതി എന്ന് പറയുന്നത് കുറച്ച് ആക്ഷൻസാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ ന്യായപ്രമാണത്തെ ദൈവം മോശ മുഖാന്തരം അരുളി ചെയ്ത ലോയെ അവരുടെ പുസ്തകങ്ങളെല്ലാം നമ്മൾ പഠിച്ചാൽ 613 കമാൻഡുകളായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. 613 കമാൻഡുകളായിട്ട് ന്യായപ്രമാണത്തില് മോശ മുഖാന്തരം അരുളി ചെയ്ത കാര്യങ്ങൾ അതിനെ ഞങ്ങൾ വിശദീകരിച്ച് വിഭജിച്ച് പഠിച്ച് 613 കമാൻഡുകളാണ് അവർക്കുള്ളത്. 613 കമാൻഡിൽ 248 എണ്ണം ചെയ്യേണ്ട കാര്യങ്ങളാണ്, ടു ഡു, ഇന്നത് ചെയ്തിരിക്കുകയാണ്, ആക്ഷൻ. ബാക്കി 365 എണ്ണം പ്രൊഹിബിഷൻസ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ദൈവം കൊടുത്ത പ്രമാണങ്ങളെ അവരെ മുറിച്ചു പഠിപ്പിച്ചത്
613 കമാൻഡുകളായിട്ട് അതിൽ 248 ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ബാക്കി 365 ചെയ്യാൻ പാടില്ല എന്നുള്ള പ്രമാണങ്ങളാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം അവർ പഠിപ്പിക്കുന്നത് അവരുടെ നീതി എന്ന് പറയുന്നത് പുറമേയുള്ള ആക്ഷൻ കൊണ്ട് അവര് തൃപ്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അവരുടെ ലിസ്റ്റിലുള്ളതായ പരീക്ഷന്മാരുടെ ലിസ്റ്റിലുള്ളതായ പാപത്തെ അതുപോലെ തന്നെ പുറമേ ഉള്ളതായ ആക്ഷൻ കൊണ്ട് മാത്രമല്ല, കർത്താവ് പഠിപ്പിക്കുമ്പോൾ അത് ഹൃദയത്തിലുള്ളതായ ആറ്റിറ്റ്യൂഡായിട്ട് ആയിരിക്കണം ഓരോ പുതിയ നിയമ വിശ്വാസിയും എന്നുള്ളതാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. സിൻ എന്ന് പറയുന്നത് ഏതെങ്കിലും കാര്യം ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, അത് ഹൃദയത്തിന്റെ ഡിസയറാണ്, ഹൃദയത്തിന്റെ ആറ്റിറ്റ്യൂഡാണ്. അതാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. പാപം എന്ന് പറയുന്നത്, കോപം എന്ന് പറയുന്നത് കർത്താവ് പഠിപ്പിച്ചു അത് ഹൃദയത്തിലെ കൊലപാതകമാണ്, മർഡർ ഇൻ ദ ഹാർട്ട്. അതുപോലെ തന്നെ ലസ്റ്റ് അല്ലെങ്കിൽ ജഡീക ഇച്ഛകൾ വരുന്നത് അത് ഹൃദയത്തിലെ വ്യഭിചാരമാണ്. ഇതാണ് കർത്താവിന്റെ പഠിപ്പിക്കയിലെ വ്യത്യാസം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ സെർമൺ ഓൺ ദ മൗണ്ട് അനുസരിക്കുക എന്ന് പറയുന്നത്, കർത്താവിന്റെ പർവ്വത പ്രസംഗം അനുസരിക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് 10 കൽപ്പനകൾ അതുപോലെ അനുസരിക്കുന്നതിനേക്കാൾ കുറെ കൂടെ ആഴമായിട്ടുള്ളതും കുറെ കൂടെ പ്രയാസകരമേറിയതുമാണ്. ഇത് കർത്താവ് ഞാൻ പറഞ്ഞല്ലോ 6 ഇമ്പോർട്ടന്റ് ഓൾഡ് ടെസ്റ്റ്മെന്റ് ലോസിനെയാണ് വിശദീകരിച്ച് പഠിപ്പിക്കുന്നത്. 21 മുതലുള്ളതായ വാക്യങ്ങൾ മത്തായി സുവിശേഷം 5-ാം അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. 5-ാം അധ്യായത്തിന്റെ 21 മുതൽ 48 വരെയുള്ളതായ വാക്യങ്ങളിലാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ രാജാവിന്റെ നീതി എങ്ങനെയാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളത് താൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ജനങ്ങളോട്. ഇവിടെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യൻ ആകും എന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പുറപ്പാട് പുസ്തകം 20-13 ന്യായപ്രമാണത്തിന്റെ 10 കൽപ്പനകളിൽ ഒന്നാണ് കൊല ചെയ്യരുത് എന്നുള്ളത്. ഇവിടെ സാധാരണ ഗതിയിൽ എന്ന് അരുളി ചെയ്തത് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ എന്നാണ് പറയേണ്ടത്. എന്നാൽ കർത്താവ് പറയുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ കൂടി വന്നിരിക്കുന്ന നോർമലായിട്ടുള്ള ആളുകൾ, ക്രൗഡ്, സാധാരണക്കാരായ ആളുകൾ, അതിൽ നല്ലൊരു ഭാഗം ഇത് വായിച്ചിട്ടില്ല. ഹീബ്രു എല്ലാവരും അറിയണമെന്നില്ല, മിക്സ്ഡ് ആയിട്ടുള്ള ആളുകളുമുണ്ട്. അതുകൊണ്ട് യേശുവിന്റെ പുരുഷാരം കേൾക്കുന്ന ഓഡിയൻസ് എല്ലാം ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരല്ല. പക്ഷേ ഇവരിതെല്ലാം കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇവർ കേട്ടത്? ശാസ്ത്രിമാർ പഠിപ്പിച്ചിട്ടുണ്ട്, പരീക്ഷന്മാർ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അറിയാവുന്നത് ശാസ്ത്രിമാരും പരീക്ഷന്മാരും പഠിപ്പിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, യോഗ്യനാകും എന്ന പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ പൂർവന്മാര് എന്ന് അവിടെ മീൻ ചെയ്യുന്നത് ഓൾ ടൈം പീപ്പിൾ എന്നുള്ളത് മോശയുടെ കാലം മുതലുള്ള കാര്യമാണ് പറയുന്നത്. മോശ മുഖാന്തരം അരുളി ചെയ്തതായ കാര്യങ്ങൾ. എന്നാൽ കർത്താവ് പറയാണ് 22-ാം വാക്യത്തിൽ, ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപസഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അത്യുനരകത്തിന് യോഗ്യനാകും. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് എന്ന സഹോദരനോട് നിരന്നോൽക്കുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ലാതെ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ ചേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ കൊലപാതകത്തെ കുറിച്ചാണ്, മർഡറിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഇന്ന് ലോകത്തിലെല്ലാം മർഡറിന്റെ കണക്ക് വളരെ വലുതാണ്. ആളുകൾ കൊല്ലപ്പെടുന്നതില് നല്ലൊരു ഭാഗം
ചിക്കാഗോ പട്ടണത്തിലെ കണക്ക് തന്നെ ചില വർഷങ്ങൾക്ക് മുമ്പ് 35 മരണങ്ങളിൽ ഒന്ന് ആരെങ്കിലും കൊന്നാണ് മരിച്ചിട്ടുള്ളത്. ചിക്കാഗോ സിറ്റിയിലുള്ളത് 35-ലൊന്ന്. അതിൽ ഭൂരിഭാഗവും ഫ്രണ്ട്സും റിലേറ്റീവും ആർഗ്യുമെന്റ് ചെയ്ത് കോപിച്ച് വെടിവെച്ചോ കുത്തിയോ അടിച്ചോ കൊന്നതായ സംഭവമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ കോപം എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞ് പഠിപ്പിച്ചതിന്റെ അർത്ഥം എന്താണ്? അത് മരണത്തിലേക്ക് നയിക്കും, അല്ലെങ്കിൽ അത് കൊലപാതകത്തിലേക്ക് നയിക്കും. കർത്താവ് പഠിപ്പിച്ചത് അങ്ങനെയല്ല. നോട്ട് ലീഡിങ് ടു മർഡർ എന്നല്ല പറഞ്ഞത്. ആങ്കർ ഈസ് ദ മർഡർ. കോപം എന്ന് പറയുന്നതാണ് മർഡർ എന്നാണ് കർത്താവ് പറഞ്ഞത്. എഫേസ്യലേഖനം 4-ാം അധ്യായം 26-ാം വാക്യം ഒക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധ കോപമാണ്. വിശുദ്ധ കോപം എന്ന് പറഞ്ഞാൽ നല്ല കാര്യത്തിന് വേണ്ടി. കർത്താവ് തന്നെ ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ വിൽക്കുന്നവരെയും വാണിഭക്കാരെയും കണ്ടപ്പോൾ താൻ പെട്ടെന്ന് അവരെ എല്ലാം അടിച്ച് പുറത്താക്കിയതായി നാം വായിക്കുന്നു. അങ്ങനെ കർത്താവിന് വേണ്ടി, വചനത്തിന് വേണ്ടി ചില സമയത്ത് അങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഹോളി ആങ്കറിനെ കുറിച്ചല്ല പറയുന്നത്. എന്നാൽ ഇവിടെ പറയുന്ന കർത്താവ് പറയുന്ന കോപം എന്ന് പറയുന്ന അതിന്റെ ശരിയായ മീനിങ് സെറ്റിൽഡ് ആങ്കർ, മാലിസ് ദാറ്റ് ഇറ്റ് നേഴ്സ് ഇൻവേർഡ്ലി. ഉള്ളിൽ പക വെച്ചുകൊണ്ട്, വിദ്വേഷം വെച്ചുകൊണ്ട് കോപിക്കുന്നതായ ആ അനുഭവത്തെയാണ് പറയുന്നത്. ഇവിടെ സെവറൽ സ്റ്റേജസ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മറ്റു ട്രാൻസ്ലേഷനോടൊക്കെ നോക്കിയാൽ നമുക്ക് അതിനകത്ത് ചില ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണാം. സഹോദരനോട് കോപിക്കുന്നവൻ എന്നുള്ള ചില ട്രാൻസ്ലേഷനിൽ കോസ്ലെസ് ആങ്കർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ളതായ കോപം എന്ന് അതിന് പറയാം. രണ്ടാമത് അത് കുറച്ചുകൂടെ മൂത്തിട്ട് അത് വാക്കിലൂടെ എക്സ്പ്ലോഡ് ചെയ്ത് പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ്, സഹോദരനോട് കോപിക്കുകയല്ല, പിന്നെ സഹോദരനോട് നിസ്സാര എന്ന് പറയുന്നതായിട്ട് വരും. കുറെ കൂടെ ഈ കോപം ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കൂടുതൽ ചൂടായിട്ട് തീ പിടിച്ചിട്ട് അത് ഫയർ ചെയ്യത്തക്ക രീതിയിൽ വലുതായി തീർന്നിട്ട് അടുത്ത വാക്ക് പറയുന്നത് സഹോദരനോട് മൂട എന്ന് പറഞ്ഞാലോ എന്നാണ് പറയുന്നത്. ഈ കിട്ടുന്ന ശിക്ഷയെ കുറിച്ച് 3 രീതിയിലുള്ള കോർട്ടാണ് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നത്. ഒന്ന്, സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് പറഞ്ഞാൽ യൂതന്മാരുടെ പ്രത്യേക ന്യായാധിപ സംഘമാണ് സന്നദ്ധി. എന്നാൽ സന്നദ്ധിയും കൂടാതെ ലോക്കൽ കോർട്ട് അവർക്കുണ്ടായിരുന്നു. അവരുടെ പുസ്തകങ്ങളൊക്കെ നമ്മൾ പഠിച്ചാൽ ഏതെങ്കിലും പട്ടണത്തിൽ 120 മെയിൽ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ, ആണുങ്ങളായ 120 പേരുണ്ടെങ്കിൽ അവിടെ ഒരു ലോക്കൽ കോർട്ട് ഉണ്ടാക്കാൻ അവർക്ക് അവകാശമുണ്ട്. 23 മെമ്പേഴ്സ് ആണ് അതിനകത്തുള്ളത്. അപ്പോൾ ഒരാളോട് നിസ്സാര രീതിയിൽ കോപിച്ച ആളിനെ ന്യായാധിപ സംഘത്തിന് മുമ്പാകെ ആക്കേണ്ടി വരുമെന്നാണ് കർത്താവ് പറഞ്ഞത്. പിന്നെ അടുത്തതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. മൂട എന്ന് പറയുന്നത്, നിസാര എന്ന് പറയുന്നതിനെ കുറിച്ചാണ്. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ റാക്ക അല്ലെങ്കിൽ എംപ്റ്റി ഹെഡഡ് പേഴ്സൺ എന്ന് അതിന്റെ അർത്ഥം. അപ്പോൾ നമുക്ക് പക, വിദ്വേഷം, കോപം വന്നിട്ട് ആക്ഷനിലൂടെ വന്ന് അത് കുറച്ചു കഴിഞ്ഞ് നമ്മുടെ വാക്കിലൂടെ പുറത്തു വരുമ്പോൾ സന്നദ്ധ സംഘത്തിന് മുമ്പാകെ നിൽക്കേണ്ടതായിട്ട് വരും. മൂന്നാമത്തെ സ്റ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത് മൂട എന്ന് പറയുന്നത്. യു ഫൂൾ, റെബൽ എന്നൊക്കെയാണ് അതിന്റെ ശരിയായ മീനിങ്. അവരെ നരകത്തിന് യോഗ്യരാക്കുക എന്നാണ് പറയുന്നത്. ഈ 3 കോർട്ട് 3 സ്റ്റേജ് ആയിട്ടാണ്. ലോക്കൽ കോർട്ട്, സന്നദ്ധിയും പിന്നെ ജീഹന്ന അല്ലെങ്കിൽ അത് അഗ്നിനരകം. ഇതിന് യോഗ്യനായി തീരും. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. നാം ഓർത്തിരിക്കേണ്ടത് കോപം എന്ന് പറയുന്നത് ഒരു ഫുളിഷ് തിങ് ആണ്. നമുക്കത് അറിയാവുന്നതാണ്. കോപം ഒരിക്കലും ബിൽഡ് ചെയ്യുന്നില്ല, പണിയുന്നില്ല. കോപം എപ്പോഴും ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്, നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യം അത് എടുത്തു കളയുകയാണ്. റോബ്സ് us of freedom
മേക്സ് us prisoners, നമ്മെ തന്നെ കാരാഗ്രഹവാസികളാക്കി prisoners ആക്കി മാറ്റുന്നതാണ് കോപം എന്ന് പറയുന്നത്. കോപത്തെ കുറിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ വേദപുസ്തകത്തിൽ കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായം 15-ാമത്തെ വാക്യം നമുക്കറിയാവുന്ന വാക്യമാണ്. 1 യോഹന്നാൻ 3:15 ഒന്നെടുക്കാം. 1 യോഹന്നാൻ 3:15. ഇവിടെ വായിക്കുന്ന സഹോദരനെ യോഹന്നാനും തന്റെ ലേഖനത്തിൽ എഴുതുന്ന സഹോദരനെ വായിക്കുന്നതെല്ലാം കൊലപാതകനാകുന്നു, നിത്യജീവൻ അവന്റെ ഉള്ളിൽ വസിച്ചിരിപ്പില്ല. ഒരാളോട് ഹേറ്റ് ആകുന്നത്, to hate someone is to commit murder in our hearts. മറ്റുള്ളവരോട് വിദ്വേഷം വെച്ച് പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ കൊലപാതകമാണ് എന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു. നാം കോപിക്കുമ്പോൾ അത് ചെയ്യുന്നത് സിൻഫുൾ ആയിട്ടുള്ള ആങ്കർ, നമ്മുടെ ദൈവത്തോടുള്ളതായ നമ്മുടെ ഫെലോഷിപ്പ് ഇല്ലാതാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരോടുള്ള നമ്മുടെ ഫെലോഷിപ്പും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഒരാളോട് കോപിച്ചെന്നുകൊണ്ട് നമ്മളെ ജയിലിട്ടൊന്നും വരത്തില്ല. എന്നാൽ നാം കോപിക്കുമ്പോൾ നമ്മുടെ ആ കോപിക്കുന്ന സിൻഫുൾ ആങ്കറിനെ, കോപത്തെ നാം കൺട്രോൾ ചെയ്യാതെ ഇരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ ഫ്രീഡം ഇല്ലാതെയാക്കി നമ്മെ നശിപ്പിക്കുവാൻ തക്കവണ്ണം കാരണമായി തീരുന്നതാണ്. ഒരു ആൾ എഴുതിയ കാര്യം ഞാനിവിടെ പവർ പോയിന്റിൽ അത് കോട്ട് ചെയ്തിട്ടുണ്ട്. The sin of unforgiveness is a cancer that destroys relationships, eats away at one's own sight, and worst of all, shuts us off from God's grace. മറ്റുള്ളവരോട് നാം പകവെച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുന്നത് ക്യാൻസർ പോലെയാണ്. നമുക്ക് ദൈവത്തോടും മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധത്തെ എല്ലാം കാർന്നു തിന്നുന്ന ക്യാൻസറാണ് വിദ്വേഷമായിരിക്കുക എന്ന് പറയുന്നത്. അത് നമ്മെ തന്നെ നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവിക കൃപയും നമ്മിൽ നിന്ന് മാറ്റിക്കളയുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് നമുക്കും കോപിക്കാമെന്നുള്ള ചിന്ത നമുക്ക് വരാതെ കർത്താവ് നമ്മെ പഠിപ്പിച്ച ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. നമുക്ക് വലിയ ആത്മീയ ഉണർവുകളൊക്കെ ആവശ്യമാണ്. പക്ഷെ പലപ്പോഴും ഉണർവുണ്ടാകാതിരിക്കുന്നതിന് തടസ്സം നാം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിന് തടസ്സമായിരിക്കുന്നത്. ഞാൻ വായിച്ചിട്ടുണ്ട്, കെൻഡക്കി സ്റ്റേറ്റിൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ലൂസിയൻ എന്നാണ്. ലൂസിയൻ ഒരു നല്ല പട്ടാളത്തിലെ ഉയർന്ന ജോലിയുള്ള ഒരു പ്രഗത്ഭനായ മനുഷ്യനായിരുന്നു. ലൂസിയൻ രാജ്യത്തിന് വേണ്ടി ചെയ്ത ശുശ്രൂഷകളെ മാനിച്ച് ഗവർണർ അദ്ദേഹത്തെ അനുമോദിച്ച സമയത്ത് പറഞ്ഞു, കെൻഡക്കിയിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ ചെയ്ത സേവനത്തെ മാനിച്ച് ഞാൻ നിനക്ക് ചെയ്തു തരുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ചില സമയം കഴിഞ്ഞപ്പോഴാണ് ലൂസിയന് വേറൊരു വാർത്ത അറിയുവാൻ തക്കൊണ്ടിടയായി തീർന്നു. തന്റെ കൂടെ പഠിച്ചതായ അടുത്ത സ്നേഹിതൻ സാം എന്ന് പറയുന്ന ഒരാള് അവൻ കുറ്റം ചെയ്തതിന്റെ ഫലമായി ജയിൽവാസം അനുഭവിക്കുകയാണ്. ഇനി 8 വർഷം കൂടെ തനിക്ക് ജയിലിൽ കിടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇത് അറിഞ്ഞുകൊണ്ട് പോയി വാർഡനെ കണ്ട് സാമിനോട് സംസാരിച്ചു. അനേക സമയങ്ങൾ വേർതിരിച്ച് സാമുമായി സംസാരിച്ചു. വലിയ സന്തോഷമായി അവർക്ക്. ലൂസിയൻ ഗവർണർ പറഞ്ഞ കാര്യം ഓർത്തു. ഗവർണറിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നീ എന്നോട് പ്രോമിസ് ചെയ്തല്ലോ എന്തൊക്കെയിൽ നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന്. എന്റെ കൂടെ വളർന്ന എന്റെ സ്നേഹിതൻ സാം ഇന്ന വിട്ടത്തിന് ജയിലിൽ കിടക്കുകയാണ്. എനിക്ക് ആകെ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, അവനെ നീ ജയിലിൽ വിമുക്തനാക്കണം. അവനെ നീ ഫ്രീ ആയിട്ട് വിട്ടാൽ എനിക്ക് സ്വന്തം ബിസിനസ് ഉണ്ട്, ഞാൻ എന്റെ ബിസിനസ്സിൽ അവന് ജോലി കൊടുക്കാം.
എനിക്ക് നല്ലൊരു വീടുണ്ട്, എന്റെ വീട്ടിൽ തന്നെ ഞാൻ അവനെ താമസിപ്പിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. ഗവർണർ ഇത് കേട്ടിട്ടൊന്നും മറുപടി പറഞ്ഞില്ല. ലൂസിയൻ അങ്ങ് പോയി. ചില ദിവസം കഴിഞ്ഞപ്പോൾ ലൂസിയനെ വീണ്ടും വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ ഫ്രണ്ട് സാമിന് പാടൻ ഓൾറെഡി എഴുതി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. നീ ഈ പാടനും കൊണ്ട് സാമിന്റെ അടുത്ത് പോയി അവനെ വിളിച്ച് 2 മണിക്കൂർ സംസാരിക്കണം. അവനോട് 2 മണിക്കൂർ സംസാരിച്ചിട്ട് നിനക്ക് തീരുമാനിക്കാം അവനെ വെറുതെ വിടണോ വേണ്ടായോ എന്നുള്ളത്. ലൂസിന് വലിയ സന്തോഷമായി. ഗവർണർ എഴുതിയ ക്ഷമ ആ പാടനും കൊണ്ട് സാമിന്റെ അടുത്ത് പോയി വാർഡനെ കണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചപ്പോൾ ലൂസിയൻ പറഞ്ഞു, എന്റെ ഫ്രണ്ട് സാം, നിന്നെ കുറിച്ച് ഞാൻ വളരെ ദുഃഖിക്കുന്നു. നീ ഈ ജയിലിൽ നിന്ന് വിമുക്തനായാൽ നീ എന്റെ ഭവനത്തിൽ വരണം, എന്റെ കൂടെ താമസിക്കണം, എന്റെ ബിസിനസ്സിൽ നിനക്ക് നല്ല ജോലി തരുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം ഇത് കേട്ട മാത്രയിൽ എന്നിട്ട് ലൂസിന് ഇത്രയും കൂടെ ചേർത്തു, ഞാൻ നോക്കിയാൽ നിന്നെ 8 വർഷമാകുന്നതിന് മുമ്പ് ഇവിടുന്ന് വിടുവിക്കാനും കഴിയുമെന്ന് പറഞ്ഞു. എന്നാൽ ഈ സാം വളരെ കോപിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. എഴുന്നേറ്റ് വെച്ച് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നിന്റെ വീട്ടിൽ വരികയല്ല ഞാൻ ചെയ്യുന്നത്. എനിക്ക് 2 പേരെ ആദ്യം കാണണം. ഒന്ന്, എന്നെ ജയിലിൽ അടച്ച ജഡ്ജിയെ കാണണം, അദ്ദേഹത്തിന്റെ കഥ കഴിക്കണം. എനിക്ക് വേണ്ടി വിറ്റ്നസ് ആയി നിന്ന വേറെ മനുഷ്യനുണ്ട്, ആ മനുഷ്യനെ കാണണം, അദ്ദേഹത്തിന്റെ കഥ കഴിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ ലൂസിയൻ വളരെ വിഷാദമുള്ളവനായി തീർന്നു. ആ പാടൻ അവിടെ നിന്ന് വലിച്ചു കീറി കളഞ്ഞു. എന്നിട്ട് സാം എന്നേക്കുമായി ആ ജയിലിൽ തന്നെ കഴിയേണ്ടതായി വന്നു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ ഇതാണ്. കർത്താവ് തന്നെ മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൽ പറയുന്ന ഒരു സംഭവമുണ്ട്, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. വലിയ കടം ഇളച്ചു കൊടുത്ത ഒരു യജമാനൻ, പക്ഷെ അവന് ചെറിയ കടം മറ്റൊരുത്തനുമായിട്ടുണ്ടായിരുന്നു. പോകുന്ന യാത്രയിലാണ് കടക്കാരനെ കണ്ട് അവന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കി, ഇപ്പോൾ തന്നു തീർക്കണമേ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇവന് കടമെല്ലാം ഇളച്ചു കൊടുത്ത യജമാനൻ അത് അറിഞ്ഞിട്ട് ഇവന് എന്നേക്കുള്ളതായ കടവിൽ ഇടുവാൻ ഇടയായി തീർന്നു. അപ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഹൃദയത്തിൽ ഹേറ്റ്രഡ് ഭാഗം വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ദൈവമക്കളായി കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ഫൊർഗീവ്നെസ്, മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന വിഷയത്തിൽ ഒരു ദിവദാസൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ദ അതർ സൈഡ് ഓഫ് ദ ഹിൽ എന്ന് പറയുന്ന ഒരു ഫേമസ് പുസ്തകമുണ്ട്. ദ അതർ സൈഡ് ഓഫ് ദ ഹില്ലിനകത്ത് അദ്ദേഹം പറയുന്നത്, ചിലരുടെ ഫൊർഗീവ്നെസ്, ചിലർ ക്ഷമിക്കുന്നത് നല്ല രീതിയിലാണ്, അതിന് ഗുഡ് ഫൊർഗീവ്നെസ് എന്ന് പറയാം. ചിലർ ക്ഷമിക്കുന്നത് പുവർ ഫൊർഗീവ്നെസ് ആണ്, വളരെ താണ രീതിയിലുള്ളതായ പുവർ ഫൊർഗീവ്നെസ് ആണ്. അതിന് താൻ ഉദാഹരണം പറയുന്നത് നടന്ന സംഭവമാണ്. ജോൺ വെസ്ലിയുടെ കാലത്ത് ജോൺ വെസ്ലി ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കപ്പലില് വേറൊരു ക്യാബിനിൽ ജോർജിയയിലെ ഗവർണർ ഉണ്ടായിരുന്നു. ജനറൽ ഓഗിൾത്തോപ്സ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജോൺ വെസ്ലി ശ്രദ്ധിച്ചപ്പോൾ ഈ ഗവർണറിന്റെ ക്യാബിനിൽ വലിയ ശബ്ദമൊക്കെ കേട്ടു, നോയ്സ് കേട്ടപ്പോൾ ജോൺ വെസ്ലി എന്ന് നോക്കി. ജോൺ വെസ്ലിയും ഈ ഗവർണറുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്, ആത്മീയനായിട്ടാണ് ഗവർണറെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ജോൺ വെസ്ലി ചെന്നപ്പോൾ തന്റെ ഒരു സേവന്റിനെ കൈയും കാലും പിടിച്ചു കെട്ടി തന്നെ അടിച്ച് ഉപദ്രവിച്ച് വളരെ ക്രോധത്തോടുകൂടി ഗവർണർ നിൽക്കുന്നതാണ് കണ്ടത്. ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ ഫേവറേറ്റ് വൈൻ മുഴുവൻ ഈ എന്റെ സെർവന്റ് കുടിച്ചു തീർത്തു, അവനെ ഇനിയും വെച്ചേക്കുന്നില്ല, എന്റെ കോപം മുഴുവൻ ഞാൻ അവനോട് കാണിക്കും, അവനെ ഞാൻ ഇനിയും ഉപദ്രവിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ജോൺ വെസ്ലി ഇങ്ങനെ പറഞ്ഞു, അതിന്റെ അർത്ഥം നീ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞു. അന്നേ ഗവർണറിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. അന്നേ ഗവർണർ കുറച്ചു നേരമൊക്കെ ചിന്തിച്ച് വെച്ച് ജോൺ വെസ്ലിയോട് അങ്ങനെ മറുത്തു പറയാൻ ഒക്കത്തില്ല. പോക്കറ്റിലോട്ട് കൈയിട്ട് കീബഞ്ചെല്ലാം എടുത്തിട്ട് പറഞ്ഞു, നീ ഇപ്പൊ അങ്ങ് മിടുക്കനായില്ലയോ, കൊണ്ടുപോ, കീ കൊണ്ടുപോ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടതായിട്ട് കേട്ടിട്ടുണ്ട്. അതാണ് പൂവർ ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത്. ഹൃദയപൂർവ്വം ഒന്നും ക്ഷമിക്കുന്നതല്ല, അത് അങ്ങനെയുള്ളത്. അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം. എന്നാൽ ഗുഡ് ഫൊർഗീവ്നെസ്, ശരിയായ രീതിയിലുള്ള ഫൊർഗീവ്നെസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഉദാഹരണം, ഇംഗ്ലണ്ടിലെ ഒരു കാലത്ത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നതായ ഗ്ലാഡ്സ്റ്റൺ, അദ്ദേഹം ചാൻസലർ ആയിരിക്കുന്ന കാലത്ത്
ചേംബർ ഓഫ് കൊമേഴ്സിൽ തന്റെ കണക്കുകളെല്ലാം വളരെ കൃത്യമായി കാണിക്കേണ്ടതുണ്ട്. തന്റെ ഒരു ക്ലർക്ക് അനേക വർഷം 14 വർഷം വിശ്വസ്തയോടുകൂടി കണക്ക് കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന ആളാണ് അദ്ദേഹം. ചേംബർ ഓഫ് കൊമേഴ്സിൽ ഈ ഗ്ലാഡ്സൺ തന്റെ വില്യം ഗ്ലാഡ്സൺ തന്റെ കണക്ക് കാര്യങ്ങളെല്ലാം കാണിച്ചു വരുന്ന സമയത്ത് ഒരു വലിയ മിസ്റ്റേക്ക് കണക്കിനകത്തുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ഈ വലിയ ആൾക്കാർക്കെല്ലാം മനസ്സിലായി. ഇത് ചാൻസലർ വളരെ എംബാരസ്ഡ് ആയി. എനിക്ക് വളരെ വിഷമം വന്നു. കാരണം ഈ രാജ്യത്തിന്റെ കാര്യങ്ങളെല്ലാം ഇത്ര നാളെ വിശ്വസ്തയോട് ചെയ്തിപ്പോ തെറ്റിച്ചിരിക്കുന്നു എന്നുള്ളത് താൻ കണ്ടുപിടിക്കുന്ന മുമ്പ് മറ്റുള്ളവരെ കണ്ടുപിടിച്ചത് ഇത് ക്ലാർക്ക് ചെയ്ത കുറ്റമാണ്. ഞാന് വളരെ വിഷമിച്ചു. ഭാരമുള്ളവനായി തീർന്നു. ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു, ക്ലർക്കിനെ വേഗം വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ക്ലർക്ക് അപ്പോഴത്തേന് ന്യൂസ് എല്ലാം അറിഞ്ഞിരുന്നു. ക്ലർക്ക് എന്റെ മുമ്പിൽ വന്നു. ക്ലർക്കിനറിയാൻ തന്നെ ഡിസ്മിസ് ചെയ്യാൻ പോവുകയാണ്, എല്ലാം തീരാൻ പോവുകയാണ്. തനിക്ക് അപ്പോളജി പറയാൻ പോലും വാക്കുകളില്ല. അതൊക്കെ ആ പാടെ വിറച്ച് വളരെ വിഷമിച്ചു നിന്ന് ക്ഷമ ചോദിച്ച് അപ്പോളജിയൊക്കെ പറഞ്ഞപ്പോൾ ഈ ചാൻസലർ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി ഇതാണ്: ഞാൻ അതിനൊന്നുമല്ല നിന്നെ വിളിച്ചത്. നീ കഴിഞ്ഞ 14 വർഷവും ഈ കണക്ക് കാര്യങ്ങൾ വളരെ വിശ്വസ്തയോടെ ചെയ്തു. അതുകൊണ്ട് നീ ഇതൊന്ന് റീചെക്ക് ചെയ്യാൻ ഞാൻ തുനിഞ്ഞില്ല. ഞാൻ നിന്നെ അതുപോലെ വിശ്വസിച്ചങ്ങ് ചെയ്തു. നീ 14 വർഷവും ഒരു കുഴപ്പമില്ലാതെ ഈ കണക്ക് നന്നായി ചെയ്തതുകൊണ്ട് ആ റെക്കോർഡിന്റെ വെളിച്ചത്തിൽ നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യാനാണ് വിളിച്ചത്. ഇപ്പൊ മാത്രമേ നീ ഒരു തെറ്റ് ചെയ്തോളല്ലോ എന്ന് പറഞ്ഞ് അവനെ ജോലിയിൽ തന്നെ അവനോട് പറഞ്ഞു, നീ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ടത്, ദീസ് ഓൾ ആർ ദി ലെസൺസ് വി ആർ ലേണിംഗ് എന്ന് പറഞ്ഞു. അതാണ് ഗുഡ് ഫോർഗീവ്നെസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നാം ഏത് രീതിയിലാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത്? കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നാം മറന്നു പോകരുത്. ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നന്നായി പതിയേണ്ടത് ആവശ്യമാണ്. ഏതോ സമയത്ത് 2 സഹോദരങ്ങൾ തമ്മിൽ പഴക്കമുണ്ടായി. ഒരാള് ഒടുവിൽ അങ്ങ് രോഗിയായി തീർന്നു. മരിക്കാൻ സമയമായപ്പോൾ പാസ്റ്ററും എല്ലാം കൂടെ തന്നെ ശത്രുവായിരുന്ന സഹോദരനെ വിളിച്ചുകൊണ്ട് പോയി ഇവർ ക്ഷമയൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞ് എല്ലാം പ്രാർത്ഥിച്ച് കഴിഞ്ഞു. രോഗിയായി കിടക്കുന്ന മനുഷ്യൻ പറഞ്ഞു, ഈ കണ്ടീഷനെല്ലാം ഞാനങ്ങ് മരിച്ചുപോയാൽ മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ സുഖം പ്രാപിച്ചാൽ ഇതൊന്നും പ്രാവർത്തികമാകത്തില്ല എന്ന് പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതൊന്നുമല്ല ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്. ഹൃദയപൂർവ്വം ക്ഷമിക്കുന്ന രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. വലിയ പ്രശസ്തനായ ദേവദാസന്റെ എപ്പിമേയറിന്റെ അടുത്ത് ഒരു മനുഷ്യൻ ചെന്ന് പറഞ്ഞ കാര്യം ഞാൻ കഴിഞ്ഞ രാത്രി വായിക്കുവാനൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു, എപ്പിമേയർ, ഞാൻ എന്റെ ചർച്ചിൽ ഉണർവിന് വേണ്ടി ഒത്തിരി നാള് പ്രാർത്ഥിച്ചു, ഒത്തിരി ആഗ്രഹിച്ചു, ഉപസിച്ച് നോക്കി, പക്ഷെ യാതൊരു വ്യത്യാസവും വരുന്നില്ല. ഞാൻ ആ പാട് വിഷമിച്ച് സഭാജനങ്ങളെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഞാൻ ഒത്തിരി ഉണർവിന് വേണ്ടി ആഗ്രഹിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു, എന്നാൽ ഇതുവരെ ഒരനക്കം ഉണ്ടായിട്ടില്ല. ഇനി നിങ്ങൾ തീരുമാനിക്കുക എന്തുവാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ബഹുമാനിക്കുന്ന വളരെ ഇച്ചിരി പ്രായമൊക്കെ ഉള്ള ഒരു മനുഷ്യൻ, ജോൺ എന്നാണ് ആ ബ്രദറിന്റെ പേര്. അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഉണർവുണ്ടാകാത്തതിൽ എനിക്ക് യാതൊരു അതിശയമില്ല. എന്റെ ഒരു സ്നേഹിതനുമായി ഈ ചർച്ചിൽ കൂടുന്ന ഒരു മെമ്പറുമായി കഴിഞ്ഞ 10 വർഷമായി ഞാൻ സംസാരിച്ചിട്ട് അദ്ദേഹത്തോടുള്ള വിദ്വേഷം കൊണ്ട് അതുകൊണ്ടാണ് ഉണർവുണ്ടാകാതെ ഇരിക്കുന്നത്. എന്നാൽ ഞാനിപ്പോൾ എന്നേക്കുമായി അത് മാറുവാനായി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. സഹോദരന്റെ അടുത്ത് കിട്ടിയെന്ന് ക്ഷമ പറഞ്ഞു. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ആ ചർച്ചിലെ വേറൊരു ഡീക്കൻ തന്റെ കൂടെ ശുശ്രൂഷിക്കുന്ന ആള് എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇവിടെ ഉണർവുണ്ടാകാത്തതിന് എനിക്ക് യാതൊരു അതിശയവുമില്ല. ഞാൻ പാസ്റ്ററിന്റെ മുഖത്ത് നോക്കി എപ്പോഴും ഫെയർ തിങ്സ് ആ പറയും, നല്ല കാര്യം പറയും, പാസ്റ്റർ നല്ല കാര്യം എന്ന് പറയും. പാസ്റ്റർ അങ്ങ് പോയി കഴിയുമ്പോൾ മറ്റുള്ളവരോട് ഞാൻ പറയും, ഇങ്ങനെ പോലെ ഇത്ര ഗുണമില്ലാത്ത വേറെ ആളില്ലെന്ന്, എങ്ങനെ അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയും. അതാണ് ഇവിടെ ഉണർവുണ്ടാകാതിരിക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തർ അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി എവിടെയെല്ലാം കുറവുകളുണ്ടെന്ന് കണ്ടുപിടിക്കുവാനും ഏറ്റു പറയുവാനും ഇടയായി തീർന്നു. ആ ചർച്ചിൽ വലിയ ഉണർവുണ്ടായതായി ഈ മേയറിനോട് പറഞ്ഞു. അത് ഞാൻ വായിക്കുവാൻ ഇടയായി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിഷയം ഇതാണ്, ഹൃദയത്തിലാണ് കൊലപാതകമുള്ളത്. നാം നമ്മുടെ ഹൃദയത്തിൽ കോപം വെച്ചുകൊണ്ടിരിക്കുവാൻ പാടില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്, ഒത്തിരി രോഗങ്ങളുടെ എല്ലാം കാരണം ആളുകളോട് പകയും വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്.
ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാനിവിടെ പറഞ്ഞിട്ടുമുണ്ട്. ഈ വിൻസെന്റ് പീൽ എന്ന് പറയുന്ന അദ്ദേഹമില്ല, അദ്ദേഹത്തിന്റെ പല ബുക്കുകൾ ഞാൻ വായിച്ചപ്പോൾ അവിടെ നിന്ന് പല ആളുകളെ കൗൺസിൽ ചെയ്ത് എഴുതിയിട്ടുണ്ട്. നാളുകളായി പലർക്ക് നടുവേദന, ഇവിടെയുള്ള കാര്യമല്ല, ഒടുവിൽ അന്വേഷിച്ച് ചെന്നപ്പോൾ വർഷങ്ങളായി കുടുംബത്തിലുള്ളവരോടും സഭാജനങ്ങളോടും പകയും വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നവരാണ്. വേറെ സഹോദരിയെ അദ്ദേഹം കൗൺസിൽ ചെയ്തപ്പോൾ സഹോദരിക്ക് അലർജിയാണ്, ചൊറിച്ചില്ല, ഭയങ്കര ചൊറിച്ചില്ല. ഒരു ചോദ്യം ചെയ്ത് ഒത്തിരി കൗൺസിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്റെ സ്വന്തം സിസ്റ്ററിനോടുള്ളതായ ദേഷ്യമാണ് ഞങ്ങളുടെ കാരണം. അത് വിട്ടുകളയുവാൻ തീരുമാനിച്ചു കഴിഞ്ഞതോടുകൂടി അസുഖം പോയി. ഇതൊക്കെ മനഃശാസ്ത്രപരമായിട്ട് ശരിയായ കാര്യമാണ്, എന്നാൽ കർത്താവ് പഠിപ്പിച്ചതല്ല. നാം സഹോദരനോട് കോപിക്കുന്നത് മർഡർ ചെയ്യുന്ന പോലെയാണ്, കൊലപാതകമാണ്, നിസ്സാരായ്മ. നമ്മുടെ വാക്ക്, നമ്മുടെ ഇടപാടുകൾ നാം സൂക്ഷിക്കണം. അതുകൊണ്ട് ഇന്ന് പൽക്കാലം നമുക്ക് നാം കേട്ടിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ വചനമാണിത്. ഇത് ഏറ്റെടുക്കാൻ